ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷനെ പറ്റി ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തെർമൽ എനർജി എന്ന് പറയുന്നത്. എങ്ങനെയാണ് തെർമൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? നമുക്കറിയാവുന്ന പോലെ തന്നെ ഫോസിൽ ഫ്യൂവൽസിന് കമ്പഷൻ സംഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് തെർമൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എന്താണ് ഈ ഫോസിൽ ഫ്യൂവൽസ്? കോൾ, ഗ്യാസ്, ഓയിൽ പോലെയുള്ള സബ്സ്റ്റൻസസ് ആണ് ഇവിടെ കമ്പഷൻ റിയാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് തെർമൽ പവർ പ്ലാന്റുകളിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നൊന്ന് ഓർത്ത് നോക്കാം. സാധാരണയായിട്ട് ഫോസിൽ ഫ്യൂവൽസ് ആയിട്ടുള്ള കോള്, ഗ്യാസ്, ഓയിൽ എന്നിവ കമ്പഷൻ റിയാക്ഷന് വിധേയമാക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഹൈ എനർജി ഹൈ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വാട്ടറിനെ സ്റ്റീമാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത്തരം സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് ടർബൈനിനെ കറക്കി കൊണ്ടാണ് സാധാരണയായിട്ട് തെർമൽ പവർ പ്ലാന്റുകളിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തെർമൽ പവർ പ്ലാന്റുകൾ ഉപയോഗിച്ചുള്ള എനർജി പ്രൊഡക്ഷൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇത്തരം എനർജി പ്രൊഡക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവയുടെ എഫിഷ്യൻസി വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ഏകദേശം 40% എഫിഷ്യൻസി മാത്രമേ ഇത്തരം മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള തെർമൽ എനർജി പവർ പ്ലാന്റുകൾ എൻവിയോൺമെൻറ്റൽ പൊല്യൂഷന് പോലും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ തെർമൽ എനർജി പവർ പ്ലാന്റുകളുടെ പ്രവർത്തനവും അത്തരം എനർജിയുടെ പ്രൊഡക്ഷനും പല രീതിയിലുമുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുക? അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു തരം ഗാൽവാനിക് സെല്ലുകളാണ് ഫ്യൂവൽ സെല്ലുകൾ. അതായത് ഫ്യൂവൽസ്, നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഫ്യൂവൽസിൻ്റെ കമ്പഷൻ റിയാക്ഷൻ നടത്തുക വഴി കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗാൽവാനിക് സെല്ലുകളെ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത്തരം സെല്ലുകളെയാണ് ഫ്യൂവൽ സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ഫ്യൂവൽ സെൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുക? ഗാൽവാനിക് സെൽസ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു കൺവേർട്ട് ദ എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് ലൈക്ക് ഹൈഡ്രജൻ, മീഥെയ്ൻ, മെത്തനോൾ എക്സെട്ര ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ആർ കോൾഡ് ഫ്യൂവൽ സെൽസ്. അതായത് ഹൈഡ്രജനോ, മീഥെയ്നോ, മെത്തനോളോ പോലെയുള്ള ഫ്യൂവൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇവയുടെ കമ്പഷൻ നടത്തുന്നതിൻ്റെ ഫലമായി ഡയറക്റ്റായി ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗാൽവാനിക് സെല്ലുകളെയാണ് ഫ്യൂവൽ സെൽസ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫ്യൂവൽ സെല്ലുകൾക്ക് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് സവിശേഷതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂവൽ സെല്ലുകളെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഫ്യൂവൽ സെല്ലുകളിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ അല്ലെങ്കിൽ H2O2 ഫ്യൂവൽ സെല്ലിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. ഇവിടെ H2O2 ഫ്യൂവൽ സെല്ലിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഫിഗറാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഈ ഫിഗറിൽ പ്രധാനമായിട്ടും 3 കമ്പാർട്ട്മെൻറ്റുകൾ കാണാം. ആദ്യത്തേത് ആനോഡിൻ്റെ കമ്പാർട്ട്മെൻറ്റ്, മൂന്നാമത്തേത് കാഥോഡിൻ്റെ കമ്പാർട്ട്മെൻറ്റ്, മിഡിൽ അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷനിലുള്ളത് അക്വസ് ഇലക്ട്രോലൈറ്റിൻ്റെ കമ്പാർട്ട്മെൻറ്റ്. ഇവിടെ ആനോഡായിട്ടും കാഥോഡായിട്ടും ഉപയോഗിക്കുന്നത് നിക്കൽ, പലേഡിയം അല്ലെങ്കിൽ പ്ലാറ്റിനം ഇൻകോപ്പറേറ്റ് ചെയ്ത പോറസ് കാർബൺ ഇലക്ട്രോഡുകളാണ്. പോറസ് കാർബൺ ഇലക്ട്രോഡുകളെ ഇലക്ട്രോ കാറ്റലിസ്റ്റുകളായിട്ടുള്ള പ്ലാറ്റിനമോ, പലേഡിയമോ, നിക്കലോ ഇൻകോപ്പറേറ്റ് ചെയ്ത ഇലക്ട്രോഡുകളാണ് കാഥോഡായിട്ടും ആനോഡായിട്ടും സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. അക്വസ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെയോ അക്വസ് സൊല്യൂഷൻസ് ആണ്. അതോടൊപ്പം തന്നെ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ആനോഡ് കമ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ കാഥോഡ് കമ്പാർട്ട്മെൻറ്റിലേക്ക് ഓക്സിജനെയും ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന ഫ്യൂവലുകൾ ഹൈഡ്രജനും ഓക്സിജനും ആണെന്ന് പറയാം. എന്ത് റിയാക്ഷൻ ആയിരിക്കും ഇത്തരം ഫ്യൂവൽ സെല്ലുകളിൽ നടക്കുക? ആനോഡിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഇവിടെ ആനോഡ് കമ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കടത്തിവിടുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഇത്തരത്തിൽ കടത്തിവിടുന്ന ഹൈഡ്രജൻ ഗ്യാസ് ആനോഡായിട്ടുള്ള
ഇലക്ട്രോഡിൽ എത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് H+ അയോണുകൾ ഉണ്ടാകുന്നു. ഇത്തരം H+ അയോണുകൾ അക്വസ് ഇലക്ട്രോലൈറ്റിലെ OH- അയോണുകളുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് വാട്ടർ മോളിക്യൂളിനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് ഇലക്ട്രോണുകളും നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. ആനോഡിൽ എന്താണ് നടക്കുന്നത്? ആനോഡിലൂടെ കടത്തിവിടുന്ന ഹൈഡ്രജൻ ഗ്യാസ് ആനോഡ് ഇലക്ട്രോഡിലെത്തി അവിടെയുള്ള അക്വസ് ഇലക്ട്രോലൈറ്റിലെ OH- അയോണുകളുമായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടർ മോളിക്യൂളും അതോടൊപ്പം തന്നെ ഇലക്ട്രോണുകളും ഫോം ചെയ്യുന്നു. ഈ ഒരു റിയാക്ഷനാണ് ആനോഡിൽ നടക്കുക. നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. 2H2+ 4OH- gives 4H2O plus 4 ഇലക്ട്രോൺ. ഇത്തരത്തിൽ ആനോഡിൽ എന്തു ഫോം ചെയ്യുന്നു? വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 4 ഇലക്ട്രോണുകളും ഫോം ചെയ്യുന്നു. കാഥോഡിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കൂ. കാഥോഡിലേക്ക് പമ്പ് ചെയ്യുന്നത് ഓക്സിജൻ ഗ്യാസ് ആയിട്ടുള്ള ഫ്യൂവലാണ്. ഈ കാഥോഡ് കമ്പാർട്ട്മെൻറ്റിലേക്ക് പമ്പ് ചെയ്യുന്ന ഓക്സിജൻ ഇവിടെയുള്ള കാഥോഡ് ഇലക്ട്രോഡിൽ എത്തുകയും ഇത്തരത്തിലുള്ള ഓക്സിജൻ മോളിക്യൂള് അക്വസ് ഇലക്ട്രോലൈറ്റിലെ വാട്ടറിൻ്റെ പ്രസൻസിൽ ഈ 4 ഇലക്ട്രോൺസിനെ ആനോഡിൽ ഫോം ചെയ്തിട്ടുള്ള 4 ഇലക്ട്രോൺസിനെ സ്വീകരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് റിഡക്ഷൻ സംഭവിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനെ O2+ 2H2O plus 4 ഇലക്ട്രോൺ gives 4OH- എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ ആനോഡിക് റിയാക്ഷനും കാഥോഡിക് റിയാക്ഷനും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ഓവറോൾ റിയാക്ഷനിൽ നെറ്റ് റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കൂ. ആനോഡിലെ റിയാക്ഷനെയും കാഥോഡിലെ റിയാക്ഷനെയും ഒന്നിച്ച് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഓവറോൾ റിയാക്ഷൻ കിട്ടും. ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് 2H2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് gives 2H2O. ഇതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും കമ്പഷൻ നടന്നുകൊണ്ട് ഇവ യോജിച്ച് വാട്ടർ മോളിക്യൂള് ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ നിന്നും വാട്ടർ മോളിക്യൂൾസ് പുറത്തു വരുന്നതായിട്ട്. അപ്പം എങ്ങനെയാണ് ഇവിടെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ ഫ്യൂവലും ഓക്സിജൻ ഫ്യൂവലും ജോയിൻ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ വാട്ടർ മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ വാട്ടർ മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ എനർജിയും ഉണ്ടാകുന്നതായിട്ട് കാണാം. ഇവിടെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ് അല്ലേ? ഇതുപോലെ മെത്തനോൾ, മീത്തൈൻ, പ്രൊപ്പൈൻ പോലെയുള്ള ഫ്യൂവൽസ് ഉപയോഗിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള ഫ്യൂവൽ സെൽസ് നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഫ്യൂവൽ സെല്ലുകളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് തെർമൽ പവർ പ്ലാന്റിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലാണ്. തെർമൽ പവർ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി ഏകദേശം 40% എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഫ്യൂവൽ സെല്ലിൻ്റെ എഫിഷ്യൻസി നിയർലി 70% ആണ്. അതുമാത്രവുമല്ല ഇത്തരത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവ എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻസ് ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാനായിട്ട് സാധിക്കും ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ കമ്പഷൻ നടന്നുകൊണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെ വാട്ടർ മോളിക്യൂളാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എൻവിയോൺമെൻറ്റൽ ഹസാർഡസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പോലും ഇത്തരം ഫ്യൂവൽ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഫ്യൂവൽ സെല്ലുകൾ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ സെല്ലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിനെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. 1960 ഇത്തരത്തിലുള്ള ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിനെ ആദ്യമായിട്ട് നിർമ്മിക്കുന്നത്. ഫ്രാൻസിസ് തോമസ് ബേക്കൺ എന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് H2O2 ഫ്യൂവൽ സെൽ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ഫ്യൂവൽ സെല്ലിനെ ബേക്കൺ സെൽ എന്നും വിളിക്കാറുണ്ട്. ആദ്യത്തെ H2O2 ഫ്യൂവൽ സെൽ ഉണ്ടാക്കിയത് നാസയ്ക്ക് വേണ്ടിയിട്ടാണ്. നാസ അപ്പോളോ സ്പേസ് മിഷനിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഡ്രിങ്കിങ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാനും ഈ രണ്ട് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് H2O2 ഫ്യൂവൽ സെല്ലാണ്. നമ്മുടെ ഈ ഫ്യൂവൽ സെല്ലുകളെ നമുക്കൊരു ഭാവിയുടെ വാഗ്ദാനമായിട്ട് കണക്കാക്കാം. കാരണം
ഒരുപാട് കോളും ഗ്യാസും ഓയിലും പോലെയുള്ള ഫോസിൽ ഫ്യൂവൽസിൽ ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ട് എനർജി പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല എഫിഷ്യൻ്റായ സെല്ലുകളായിട്ട് നമുക്ക് ഫ്യൂവൽ സെൽസിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും.